എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയോര ഹൈവേ കടന്നു പോകുന്ന എൻ്റെ കൊച്ചു ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരെയുള്ള വീരഞ്ചിറ എന്ന കൊച്ചു ഗ്രാമത്തിലൂടെയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ മലയോര ഹൈവേ എൻ്റെ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് മൂലം നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് കരുതുന്നത്. കാരണം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ അതിരപ്പള്ളി. അപ്പോൾ ഈ അതിരപ്പള്ളിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ ഇരുഭാഗത്തും കാനകളൊക്കെ തീർത്തും പിന്നെ കൂടുതൽ താഴ്ചയുള്ള ഭാഗങ്ങളിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടി കോൺക്രീറ്റ് ചെയ്തുമാണ് ഹൈവേയുടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷം മുന്നേ തന്നെ ഹൈവേക്കുള്ള സ്ഥലമെടുപ്പൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് റോഡിൻ്റെ പണികളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ചാലക്കുടിയാണ് കേട്ടോ. അപ്പോൾ ചാലക്കുടിയിലേക്ക് പോകാനായിട്ടേ വെളുപ്പിന് 6 മണിക്ക് ഞങ്ങൾക്ക് ബസ് സൗകര്യം തുടങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ 6 മണി തുടങ്ങി രാത്രി 8:30 വരെ വീടിന് ഫ്രണ്ടിൽ കൂടെ ബസ് പോകും കേട്ടോ. അപ്പോൾ അരമണിക്കൂർ ഇടവിട്ട് നമുക്ക് ചാലക്കുടിയിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ഓരോ അരമണിക്കൂർ ഇടവിട്ട് നമുക്ക് ചാലക്കുടി ടു രണ്ടുകൈ, അതായത് ചാലക്കുടിയിൽ നിന്ന് ബസ് എടുത്ത് രണ്ടുകൈയിലേക്കും രണ്ടുകൈയിൽ നിന്ന് ചാലക്കുടിയിലേക്കും അങ്ങനെയാണ് നമുക്ക് ബസ് സൗകര്യം വരുന്നത്. പിന്നെ രാവിലെയും വൈകിട്ടും നമുക്ക് KSRTC സൗകര്യവും ഉണ്ട്. മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ. രാത്രിയോ പകലൊന്നില്ലാതെ ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കൃഷിഭൂമിയൊക്കെ നശിപ്പിക്കുന്ന കാഴ്ച ഇപ്പോൾ ഇവിടെ പതിവാണ്. ഈ രാത്രി കാലങ്ങളിലേ ഞങ്ങളുടെ പറമ്പിലും ധാരാളം മാനുകളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മളെ വീഡിയോയിലെ ദൂരെയായിട്ടൊരു മല കാണുന്നില്ലേ, ആ മലയുടെ പേരാണ് കോർമല. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴേ വെള്ളിക്കുളങ്ങരയ്ക്കും രണ്ടുകൈക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് കേട്ടോ കോർമല. നമ്മുടെ ഈ മലയോര ഹൈവേ പീച്ചി തുടങ്ങി വെറ്റിലപ്പാറ വരെ ഏകദേശം 60 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ 130 കോടി ചെലവിലാണ്, അങ്ങനെയാണ് നമ്മൾക്ക് കേട്ടറിവ്, 130 കോടി ചെലവിലാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നിലവിലുള്ള റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് 6 മീറ്റർ ഇടത്തേക്കും വലത്തേക്കുമായി അങ്ങനെ 12 മീറ്റർ ടോട്ടൽ വീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഹൈവേ വരുന്നതോടുകൂടെ ഞങ്ങളുടെ പ്രദേശവാസികളുടെ ജീവിത നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മളിപ്പോൾ ഈ വീടിനോട് ചേർന്ന് കാണുന്ന ഈ 2 മരങ്ങളെ, ആദ്യത്തെ മരം മുട്ടിപ്പഴവും രണ്ടാമത്തേത് തളിരുമ്പഴമാണ് കേട്ടോ. അപ്പോൾ മലയോര ഹൈവേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ 2 മരങ്ങളും അധികം താമസിയാതെ മുറിച്ച് മാറ്റും. തളിരുമ്പഴം മുട്ടിപ്പഴമൊക്കെ സാധാരണ കാട്ടിലാണ് കേട്ടോ ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഈ 2 മരങ്ങളും നിറയെ പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. തളിരുമ്പഴം ചെറിയ ലൂബിക്കയുടെ വലുപ്പത്തിൽ നല്ല മധുരവും ചവർപ്പൊക്കെ ഉണ്ടാവും. മുട്ടിപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന ഈ കൊച്ചു ഗ്രാമത്തിലൂടെ മലയോര ഹൈവേ കടന്നു പോകുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു ഓൾ.